ഒരു വിധത്തിൽ ഞാൻ കാനഡ എത്തി കേട്ടോ മക്കളെ. ഞങ്ങള് എല്ലായിടവും ചുറ്റി, നാടും ചുറ്റി, UK ചുറ്റി, എല്ലായിടം ചുറ്റി കറങ്ങി കാനഡയിൽ എത്തിപ്പെട്ടിട്ടുള്ള പരിപാടിയാണ് വിത്ത് വിതച്ച ആദ്യം നിങ്ങളെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചത്. ബാക്കി വിശേഷങ്ങളൊക്കെ ഇന്ന് ഞാൻ പറയാം. നിങ്ങൾ കേൾക്കാൻ എല്ലാം റെഡി ആയിരിക്കുമെന്ന് അറിയാം കേട്ടോ മക്കളെ. ഇന്നലത്തെ വീഡിയോ എല്ലാരും കണ്ടുവാണെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ പണിയാണ് അത് ചെയ്തത്. കാരണം അതാണ് നമുക്ക് അത്യാവശ്യം. അത് കിളിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത പരിപാടി നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതേതായാലും നമ്മള് ആകെ വെച്ചു. അതിന് കിളിച്ച് വന്ന് പരുവാകാൻ എന്തായാലും ഒരാഴ്ചയാകും. ആ സമയം കൊണ്ട് ഞാനിപ്പം ബാക്കി കാര്യങ്ങൾ അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവും കേട്ടോ. കാര്യം അത്രയും പണി ചെയ്തെങ്കിലേ നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതിപ്പോ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. ഗാർഡൻ ഇനിയും കൃഷി ചെയ്യത്തക്ക പോലെ ആക്കണമെങ്കിലേ കുറച്ച് പടി ചെയ്യണം. അത് സാരമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും വിന്റർ കഴിഞ്ഞ് സമ്മർ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കാട് കയറും. അത് എല്ലായിടത്തും അങ്ങനെയാണ്. അത് നമ്മൾ പിന്നെയും ക്ലിയർ ചെയ്ത് വേണം നമ്മൾ അടുത്ത ചെടി നടാൻ. അതിപ്പം എത്ര പണിയാണെങ്കിലും നമ്മൾ ചെയ്തെല്ലാം ഒക്കത്തുള്ളൂ. അതാണ് സൂര്യപ്രകാശം ഇങ്ങോട്ട് വരുമ്പോഴേ അത് കിളിച്ചിങ്ങ് കയറി വരും. അതാണ് വീടിന്റെ ഫ്രണ്ട് വശം ഇപ്പൊ ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടോ, ഇതെല്ലാം വലിച്ചു കുറച്ച് കളഞ്ഞ് ക്ലിയർ ചെയ്യണം. ഇനി ഞാൻ വൃത്തിയാക്കണം. ഇതില് നല്ല ചെടികളും ഉണ്ട്, വേണ്ടാത്ത കളയും ഉണ്ട്. കളയെല്ലാം വലിച്ചു പറിച്ച് കളയണം. അല്ലാത്തതൊക്കെ നമുക്കിപ്പം ക്ലീൻ ചെയ്ത് ലെവലാക്കണം. ഇതെല്ലാം നല്ല അടിപൊളി പൂവാകണ്ടോ. ഇത് വർഷം തന്നെ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞ വർഷം നിങ്ങളെ പ്ലാൻ ചെയ്ത് ഇട്ടിട്ടാ പോയത്. ഇത് നല്ല പുല്ല് പോലെ നിൽക്കുന്നത്, അതിൽ നല്ല പൂ വരുന്നതാണ്. ഇത് വർഷം വരും. ബാക്കി കാണുന്നതൊക്കെ കളയാട്ടോ. കഴിഞ്ഞ വർഷം മുന്തിരി വെച്ചത്, പക്ഷെ കായ് പ്രാവശ്യം വരുമ്പോൾ തോന്നുന്നില്ല. കാര്യം ഇത് കട്ട് ചെയ്ത് വിട്ടിട്ടില്ല. പൂ വരുമ്പോൾ അറിയത്തില്ല. ഇനിയിപ്പോ വന്നാലും പൂ കായാകാനുള്ള സമയമില്ല. പിന്നെ കിളിച്ച് വരുന്നതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് കട്ട് ചെയ്ത് വിട്ടാല് അത് കിളിച്ച് വന്നോളും. ഹൈഡ്രാഞ്ചിയ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചു വെച്ചതാ, ഏതായാലും കിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ എല്ലാ വർഷവും കിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വർഷം വെക്കണമെന്നില്ല. ബാക്കിയുള്ള ക്ലീനിങ് മാത്രം ചെയ്താൽ മതി. ഇപ്പം ഇതിൽ റോസ് മാത്രം കിളിച്ചു വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ കുറച്ച് വേണ്ടാത്തത്. റോസ് നിൽക്കുന്നുണ്ട്, അതിങ്ങനെ കയറിയതാ വീടിന്റെ മേളോട്ട് മുട്ടി. ഇത് കട്ട് ചെയ്ത് വിടണമായിരുന്നു ഫെബ്രുവരിയിൽ. മുട്ട് വന്നിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനിയും പൂ വന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് പൂ നല്ലതുണ്ട്, ബാക്കിയെല്ലാം കളയാണ് കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളി പൂവായി ചുമന്നത്. ഇതെല്ലാം കാട്ടുപൂവാട്ടോ. കാണാനൊക്കെ നല്ല രസമുണ്ട്. ഒരു പൂ വന്ന് മഞ്ഞക്കളർ, എന്നിട്ട് അത് കഴിയുമ്പോൾ കണ്ട് അത് ഉണങ്ങി നിൽക്കുന്നുണ്ട്. നല്ല രസം. ഇവിടെ എല്ലാ പിള്ളേരും ഇത് പറിച്ച് ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് അതെല്ലാം ഇങ്ങനെ പറന്നു പോകും കേട്ടോ. ഒത്തിരി പണിയുണ്ട് കേട്ടോ. അറിഞ്ഞു നിൽക്കുക. അത് ഏതായാലും ഇപ്പം വലിയൊരു പരിപാടി നടത്തിയെങ്കിലേ ഇത് ക്ലിയർ ആകത്തുള്ളൂ. നല്ല അടിപൊളി പൂവായത് കേട്ടോ. 10 റോസപ്പൂവിന്റെ വലിപ്പം കാണും. ഒരു പൂ നിറച്ചുണ്ട് മൊട്ട. ഈ ചെടി പിന്നെ പൂത്ത് നിൽക്കുന്നു. കുറെ എണ്ണമൊക്കെ നമുക്ക് പറിച്ച് കളയുന്നതാണ്. ഹാങ്ങിങ് ചെയ്യുന്നതിനുള്ള ചെടിയാണ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അത് പിന്നെ എനിക്കറിയാമായിരുന്നു വരുന്നത്. ചട്ടികളെല്ലാം ഇതെല്ലാം ഹാങ് ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് ഒട്ടും വെള്ളമയമില്ലാതെ ഉണങ്ങിപ്പോയി. അതേസമയം അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ മഞ്ഞ കളറെ തന്നെ കിളിച്ചു വന്നോളും കേട്ടോ. ശരി മക്കളെ, എന്നാ അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പോഴേ 3 മിനിറ്റ് ആയി.